സംസ്ഥാനത്തെ പ്രവാസികൾക്ക് സർക്കാർ ഇത്തവണ സമ്മാനിച്ചത് പട്ടിണിയോണം. 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ നൽകാൻ 112 കോടി രൂപ ആവശ്യമായിരിക്കെ 32 കോടിയാണ് സർക്കാർ അനുവദിച്ചത്. 1 ലക്ഷത്തിന് മുകളിൽ പ്രവാസികളാണ് പെൻഷൻ ലഭ്യമാകാതെ പ്രയാസത്തിലായത്. കഴിഞ്ഞ 3 മാസമായി പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡ് വഴി വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. കുടിശ്ശിക പൂർണ്ണമായി തീർക്കാൻ 112 കോടിയോളം വേണം. എന്നാൽ 32 കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. 32 കോടി രൂപയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അനുവദിച്ചിരിക്കുന്നത്. ഈ 32 കോടി രൂപക്ക് പ്രവാസി ക്ഷേമനിധി ബോർഡിലെ 1 ലക്ഷത്തിൽ താഴെയുള്ള, അതായത് 95,000-ഓളം പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. അത് 1 മാസത്തെ പെൻഷൻ തുകയെ അനുവദിച്ചുള്ളൂ. 112 കോടി രൂപയോളെങ്കിലും 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാണ്ട്. ഇപ്പോൾ മെയ് മാസത്തെ വരെ പെൻഷൻ കുടിശ്ശിക തീർത്താണ് കഴിഞ്ഞ സർക്കാർ പോയത്. ഇപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസത്തെ പെൻഷൻ ഉണ്ട് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 1 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്ത് ജീവിതത്തിന്റെ നല്ല കാലത്ത് കുടുംബത്തോടൊപ്പം ആഘോഷ ദിവസങ്ങളുടെ ഭാഗമാകാൻ സാധിക്കാത്ത പ്രവാസികളെ കൈയൊഴിയുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഓണക്കാലത്ത് അർഹമായ തുക കൈകളിൽ എത്തിക്കാതെ പ്രവാസികൾക്ക് നേരെ കണ്ണടക്കുകയാണ്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റും ബാങ്ക് ബാലൻസുമായി 49.51 കോടിയിലധികം രൂപ പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിന്റെ പക്കൽ നീക്കിയിരിപ്പുണ്ട്. എന്നാൽ ഈ തുക കൈമാറാൻ സർക്കാർ ഇടപെട്ടിട്ടില്ല. ഒപ്പം ബോർഡിന് പുതിയ ഭരണസമിതിയെ നിയമിക്കാത്തതും പ്രതിസന്ധിയായി. മാസം 3000 മുതൽ 7000 രൂപ വരെയാണ് പെൻഷൻ. 1 മാസം പെൻഷൻ നൽകുന്നതിന് 35 കോടിയോളം വേണം. അധികമായി വരുന്ന തുക ബോർഡിന് സർക്കാർ അനുവദിക്കുന്നതായിരുന്നു പതിവ്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രവാസി ക്ഷേമ ബോർഡിനെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. പെൻഷൻ മുടങ്ങിയതോടെ കേരള പ്രവാസി സംഘം പ്രതിഷേധിച്ചെങ്കിലും സർക്കാർ കണ്ണു തുറന്നില്ല. കൈരളി ന്യൂസ്, കൊച്ചി.